പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് പ്രാർത്ഥിക്കാം. പുതിയൊരു ദിവസം തന്നതിനെ ഓർത്ത് ദിവ്യനാഥന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം മുഴുവനും ഈശോയെ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പോകുന്ന എല്ലാ മേഖലകളിലും വിജയം നൽകി, സാന്നിധ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 24-ാം വചനം നമുക്ക് ധ്യാനിക്കാം. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ ഒഴിവാക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന ശക്തമായ താക്കീതാണ് ഇന്നത്തെ വചനം. നമ്മുടെ ഏറ്റവും ശക്തവും ഏറ്റവും അത്യാവശ്യവുമായ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തലായിരിക്കണം. ഇതല്ലാതെ നമുക്കുള്ള മറ്റെല്ലാ ആവശ്യങ്ങളും നമ്മെ തന്നെയും മറ്റു മനുഷ്യരെയും പ്രീതിപ്പെടുത്താനുള്ളവയായിരിക്കും. അവയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ സ്വർഗീയ വിരുന്ന് നമുക്ക് നഷ്ടമാകും. കർത്താവേ, സ്വർഗീയ വിരുന്നിലേക്കുള്ള ക്ഷണം ഭൗതിക കാര്യങ്ങളുടെ പേരിൽ നഷ്ടമാക്കുവാൻ ഞങ്ങൾക്കിടയാകല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.